ഞാൻ സത്യത്തിൽ അതല്ല പറയാമെന്നാണ്. നാട്ടിക ബീച്ച് സഹോദരി സഹോദരങ്ങൾക്ക് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുതുല്യനായ അഴീക്കോട് മാഷിനും ദേവേട്ടൻ, ശ്രീ എം ഡി രാജേന്ദ്രൻ, ലാൽജോ, അമ്പിളിയണ്ണൻ, ശ്രീ ജഗദീഷ് ശ്രീകുമാർ, അനു, അനിൽ അധ്യക്ഷൻ തുടങ്ങി വേദിയിലെ മറ്റെല്ലാ വിശിഷ്ട അതിഥികൾക്കും സഹോദരി സഹോദരങ്ങൾക്ക് എന്റെ വിനീത നമസ്കാരം. അധികം വളരെ വ്യക്തമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഇടിമുഴക്കം എന്ന് പറയുന്നത് ദേവേട്ടന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. വളരെ ജീവിത ഗന്ധിയാക്കി മാറ്റി രാമോക്കാരിയാക്കി അവാർഡ് നിർവഹണം വളരെ ജീവിതഗന്ധിയാക്കി മാറ്റി. അതിലേറ്റവും ഇന്ന് ഈ വേദിയിൽ സമ്മാനിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ശ്രീ ഗണേഷിന് കിട്ടിയതാണ്. ഒരുപക്ഷെ സിനിമകൾ സന്ദേശമായെങ്കിൽ പോലും നമ്മുടെ, നിങ്ങളുടെ, എന്റെ, നിങ്ങൾ ഓരോരുത്തരുടെയും സ്വത്ത് ആണ് അദ്ദേഹം സംരക്ഷിക്കാൻ, സ്വന്തം ജീവൻ പണയം വെച്ച് സംരക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ എഴുതി കാണും, ടിവിയിലൂടെ കാണും. പക്ഷെ അവർ പിന്നെയും വൻ ഭീഷണികളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് റിട്ടയർമെന്റ് ഏജിൽ പോലും സമാധാനം കിട്ടുന്നില്ല എന്നത് സത്യമാണ്. പ്രചോദനമാവട്ടെ, ഗണേഷിനെ പോലെയുള്ള 1000 പൗരന്മാർ നമ്മുടെ ഉദ്യോഗസ്ഥ മേഖലയിൽ വളരെ സജീവമായി ശക്തമായി നിലനിൽക്കണേ എന്ന് ഈ മുഹൂർത്തത്തിൽ ധന്യമായ മുഹൂർത്തമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ദേവേട്ടന്റെ ഇടിമുഴക്കത്തിന് കടത്തി വെട്ടിക്കൊണ്ട് വളരെ സത്യം മാത്രമാണ് ശ്രീ ജഗദീഷ് ശ്രീകുമാറിലൂടെ വിളിച്ച് പറഞ്ഞതെന്ന് മാത്രം ഞാൻ എൻഡോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രയും ഞാൻ ഒന്നുകൂടി എടുത്ത് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഞാൻ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയാണ് കടലിന് ഇത്രയും ഭംഗിയുണ്ട്, കടലിന്റെ ഇരമ്പൻ അനുരാഗത്തിന്റെ സംഗീതമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വിശ്വവിഖ്യാതനായ മലയാള പുത്രൻ ശ്രീ രാമൂക്കാരിയാട്ടിന്റെ പേരിലുള്ള ഈ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം കിട്ടിയതിലുള്ള അതിയായ അമിതമായ സന്തോഷം ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തന്നെ തലമണങ്ങിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഒരുപക്ഷെ 2003 ശ്രീ സ്വരാജ് ഇവിടെ പറഞ്ഞു, ഞാൻ മാത്രമേ മലയാളക്കരയിൽ നിന്നുകൊണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതിന്റെ പേറ്റന്റ് എനിക്കാണ്. എന്നോട് ചോദിച്ചു ഓർക്കുന്നുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. 2003 ഈ പദ്ധതി നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന കേരളത്തിലെ ബീച്ചുകളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അങ്ങ് എടുത്തു ചാടുമോ എന്ന് ഭയം നിറഞ്ഞ മാറാട് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ അധിഷ്ഠിതമാക്കി ഒരു തിരുത്തലിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. അന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഞാനായിരുന്നു. അസുഖം ബാധിച്ച് ആയുർവേദ ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്തിരുന്ന ആ കാലഘട്ടമായിരുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് എത്താൻ കഴിയാഞ്ഞത്. അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ വന്നത് 2008 തോന്നുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പേരായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. കാരണം ഇവിടെ പലരും ആ പേര് ഉച്ചരിച്ചപ്പോ നിങ്ങൾ പ്രതികരിച്ചത് ഞാൻ കേട്ടു. എങ്കിൽ പിന്നെ എനിക്ക് ആ കൂട്ടുപള്ളി വേണ്ട. പിന്നെ പോയി ഞാൻ പറഞ്ഞില്ല. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു ചെണ്ട എനിക്ക് സമ്മാനിച്ചത്. അത് ഞാൻ നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അനുമോദിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു മാല എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹാരമാണ്. ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഒപ്പം ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ മാല ഇത്രയും വലിപ്പം ഇതിനുണ്ടായത്, ഇത്രയും പുഷ്പങ്ങൾ അതിൽ അലങ്കൃതമായത് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള പുഷ്പം അതിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ
പുഷ്പങ്ങൾ അത്രയും ഈ ഹാരം മൊത്തത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം അങ്ങനെ കേരളത്തിന്റെ കടലോരത്തിന് മുഴുവൻ സന്ദേശമായ നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന കൃത്യമായ ഈ കേരളത്തിനുള്ള സംഭാവന അങ്ങനെ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ ശക്തിയോടെ ഇവിടെ സ്ഥാപിച്ചുറപ്പിച്ച് വിളംബരം ചെയ്യും. ആ വിളംബരത്തിനുള്ള ഹാരമായിട്ട് ഞാനത് തിരിച്ച് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇത് വലിയൊരു ഉത്തരവാദിത്തമായി നിങ്ങൾ കാണണം. രാമു കാര്യാട്ട് എന്ന ഉത്തരവാദിത്തം, അദ്ദേഹത്തിന്റെ ഖ്യാതി ഇനിയും അമ്പിളിച്ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള ഒരു ചെറിയ സ്മാരകമല്ല, ഒരു വൻ സ്മാരകമായിട്ട് അദ്ദേഹം ഇവിടെ ബീച്ച് ഫെസ്റ്റിവലിന് നിരന്തരമായ ഒരു വേദി സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്റെ അഭ്യർത്ഥനയാണ്, അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ പോലും വരുന്ന 5 വർഷത്തിനുള്ളിൽ ലോകം മുഴുവൻ നീരാജാപ്പൻ പറഞ്ഞതുപോലെ യൂറോപ്പിലുള്ള മുഴുവൻ ബീച്ച് ഫെസ്റ്റിവലുകളും ഒരുപക്ഷെ അമേരിക്കയിൽ വോളിബോൾ, ബീച്ച് വോളിബോൾ എന്ന് പറയുന്ന സമ്പ്രദായം, നമുക്കൊരു ബീച്ച് സിനിമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാകും. ഒരു ബീച്ച് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് രാമു കാര്യാട്ടിന്റെ നാട്ടുകാർ ഈ നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശ ഡെലിഗേഷൻ മുഴുവൻ വന്ന് ഇവിടെ ഇതൊരു ചരിത്രമാവണം. നാട്ടിക ബീച്ച് എന്ന് പറയുന്ന ചെമ്മീൻ ബീച്ച് ഒരു ചരിത്രമായി മാറ്റി തീർക്കണം. യൂസഫലിയെ പോലെയുള്ള മഹാന്മാരെ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവാർഡ് എനിക്ക് തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട്